ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആൻഡ്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രൂ സ്കൂളിലേക്ക് സ്കൂൾ വാനാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അവിടം വരെ വരത്തില്ല, കുറച്ച് അപ്പുറത്ത് നടക്കാനായിട്ടുള്ള ദൂരമുണ്ട്. പപ്പയാണ് മിക്കവാറും വണ്ടിയിൽ കൊണ്ടുവിടുന്നത്. പക്ഷേങ്കിൽ ഇന്ന് പപ്പ ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടാണ് ഇവനെ കൊണ്ടുവിടുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ പാവനായിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ ആരോ കളഞ്ഞിട്ട് പോയതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവൻ ഈ പൂച്ച പട്ടിയോടൊക്കെ ഭയങ്കര കാര്യമായി. എനിക്കും ഇഷ്ടമാണ്, കാണാനായിട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വളർത്താൻ അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പോകുന്ന വഴികളിൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഉൾപ്രദേശങ്ങളാണല്ലോ. അപ്പം ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയ പാറകളും. ഇപ്പം കാണിച്ച ഈ പാറയാണെങ്കിൽ വലിയൊരു മലയാണ്. ആൻഡ്രൂ അപ്പോൾ എന്നും പറയും അവന് കയറണം, അവിടെ കയറി കാണണം, അവിടെ എന്താണെന്നൊക്കെ ഒന്ന് അറിയണമെന്നൊക്കെ അവൻ പറയും. അപ്പോൾ എന്നും അവിടെ തെന്നി കിടക്കുമായിരിക്കും മഴയൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ അങ്ങോട്ട് പോകുന്നിടത്ത് ഇവൻ പറഞ്ഞു ഞാൻ ഒന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പകുതി ഭാഗം വരെ അവൻ കയറിയിട്ട് അവനിങ്ങനെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഈ പശുവിനൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നതെന്നല്ലേ, ഇത് ഇവിടെ എല്ലാം കൂടെ കൂടി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു രസം തോന്നി, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-12 എണ്ണമാണ് ഒരു കൂട്ടം, ഒരാളുടെയാണ് അത്രയും. അപ്പം ഇവിടുത്തെ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെന്ന് പറഞ്ഞെങ്കിൽ ഈ പശുവിനെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ടൗൺ വരെ പോകണമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് ആധാർ കാർഡ് കാണിച്ചെങ്കിൽ എല്ലാവർക്കും 0 ടിക്കറ്റാണ്, പൈസ കൊടുക്കേണ്ട. കർണാടകയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ, ബസ്സുകൾ എല്ലാം എപ്പോഴും ക്ലീൻ ആയിട്ട്. നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഒരു ലുലുമോളിന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. നമ്മൾ അവിടെ കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്ക് അവിടെ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര ആളായിരുന്നു. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലത്തെ കടയല്ല കേട്ടോ, നല്ല വലിയൊരു കടയാണ്. പിന്നെ ഒരു സാധാരണ ഒരാളുടെ കട മാത്രമല്ല, അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെയും കൂടെ കടയാണ്. എന്നാ പറയുക, ഒരു വലിയൊരു സപ്പോർട്ടറും മോട്ടിവേറ്ററും ഒക്കെയാണ് കേട്ടോ. കാരണം ഒരു ഷോർട്സ് ഒക്കെ ഇടാൻ താമസിച്ചാൽ എനിക്ക് ഉടനെ അതിൻ്റെ വിളിച്ചിട്ട് ചോദിക്കും, എന്നാ നീ ഇന്ന് വീഡിയോ ഇടാഞ്ഞേ, എന്നാ ഷോർട്സ് ഇടാഞ്ഞേ. അപ്പോൾ വ്യൂസൊക്കെ കുറയുവാണെങ്കിലും പറയും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ പോയത് വേറൊരു വഴിയും തിരിച്ച് വരുന്നത് വേറൊരു വഴിയുമാണ്. അതാണ് നിങ്ങളെ ഈ കാണിച്ചത് കേട്ടോ. ഇതൊക്കെ വെറും കാടുകളാണെങ്കിൽ കാണാനായിട്ടൊക്കെ ഇന്ന രസമല്ലേ. ഇവിടെ പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളത് തെങ്ങുകളാണ് കേട്ടോ. തെങ്ങുകളും കവുങ്ങുകളുമാണ് ഇഷ്ടം പോലെ. തെങ്ങും തോപ്പുകളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങയ്ക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയപ്പം അത്രയ്ക്കും ഇവിടെ കൂടിയിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ തെങ്ങുകളൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനധികം ഇവിടെ എല്ലാവർക്കും തേങ്ങകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അധികം വില കൂടിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ചെറിയ അരുവികളും തോടുകളും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്നതാണെങ്കിൽ ഒരു ചെറിയ കവുങ്ങും തോട്ടമാണ്. നമ്മുടെ നാട്ടിലെ കൂട്ട് ഒത്തിരി അങ്ങ് വലിപ്പം വെക്കുന്ന കവുങ്ങുകളല്ല, ഒരു ആൾ പൊക്കത്തിൽ നിൽക്കുന്ന കവുങ്ങുകളാണ്. ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ കൂട്ടേ അല്ല, പെട്ടെന്ന് 2-3 വർഷത്തിനുള്ളിൽ തന്നെ കായ്കളാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വിപണിയിൽ തന്നെ ഏറ്റവും വില കൂടുതലുള്ളൊരു അടയ്ക്ക അല്ലെങ്കിൽ പാക്കെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും തന്നെ ഒരു കവുങ്ങെങ്കിലും ഇല്ലാത്തൊരു വീടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മൾക്ക് കവുങ്ങുകളൊക്കെ ഉള്ളവർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കാറുണ്ട് ഗവൺമെൻറ്. പിന്നെ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതെല്ലാം ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലെ കൂട്ട് തോട്ടി വെച്ച് പറിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ കയറി പറിക്കുകയോ ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാം മെഷീനൊക്കെ വെച്ചിട്ടാണ് ഇവർ പറിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ ആയിട്ട് കാണും. കാരണം അവിടെ പുല്ലൊന്നും അധികം കിളിക്കാനൊന്നും സമ്മതിക്കത്തില്ല. എപ്പോഴും നല്ല ക്ലീനായിട്ടായിരിക്കും അവിടെ എല്ലാം വെച്ചിരിക്കുന്നത് കവുങ്ങുതോട്ടങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.